നമസ്കാരം, ET ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാർക്കറ്റിന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മൾ കാണുന്നതാണ്. നല്ല രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വോളറ്റിലിറ്റിയെ കുറിച്ച് നമ്മൾ പല സെഷനുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് ട്രെൻഡൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു വോളറ്റിലിറ്റിയുടെ ഡെപ്തിനെ കുറിച്ച് അറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ സംസാരിക്കുന്നത്. അതിനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള സനലാണ്. വെൽക്കം സർ. നമസ്കാരം. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് മാർക്കറ്റ് ആ ഒരു പോസിറ്റീവ് ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം AI റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് വന്നു. പിന്നെ അതിനുശേഷം ഈ യുദ്ധം തുടങ്ങിയോട് കൂടിയിട്ട് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് വോളറ്റിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ചില ദിവസം ഭയങ്കര ഗ്യാപ്പ് അപ്പാണ്, ചില ദിവസം ഭയങ്കര ഗ്യാപ്പ് ഡൗൺ ആണ്. ഇന്നലെ നമുക്ക് നല്ലൊരു നേട്ടം കാണാൻ സാധിച്ചു. പക്ഷെ ഇന്ന് തുടക്കത്തിലുണ്ടായിട്ടുള്ള ആ ഒരു നേട്ടം നിലനിർത്താൻ പറ്റാതെ ഒരു ക്രാഷിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റീനെ സാർ എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള വോളറ്റിലിറ്റി മാർക്കറ്റിൽ എന്ന് കാലത്തും ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റിൽ നമുക്ക് വോളറ്റിലിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരേ ഡയറക്ഷനിൽ തന്നെ കയറി പോകുന്നു. നമുക്ക് ഒരു സ്റ്റോക്കും വാങ്ങാൻ പറ്റില്ല. കാരണം മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടായതുകൊണ്ടും ഈ ഡിപ്പിൽ ഒരു 10%, 20% ഒക്കെ കറക്ഷനും അല്ലെങ്കിൽ ഇതെല്ലാം വരുന്ന സമയത്ത് നമുക്കതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. അല്ലാതെ യാതൊരു ട്രെൻഡും ഇല്ലാണ്ട് എല്ലാം അപ്പോൾ ട്രെൻഡിൽ തന്നെ ഏത് സ്റ്റോക്കും പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ്ങിനുള്ള അവസരമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ മാർക്കറ്റിൽ ഏത് സമയം വോളറ്റിലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനായിട്ട് മുൻപ് നോക്കുകയാണെങ്കിൽ 2020 കോവിഡിൻ്റെ ക്രാഷ് വന്നിട്ടുണ്ട്. അതിനെക്കാട്ടും മുൻപ് 2008 ലെമൺ ബ്രദേഴ്സ് ക്രൈസിസുമായി ബന്ധപ്പെട്ടുള്ള ഗ്ലോബൽ റിസഷൻ വന്നിട്ട് അത്തരത്തിലുള്ളൊരു ഇത് വന്നിട്ടുണ്ട്, സബ്പ്രൈം ക്രൈസിസ് വന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നേ 2000 .com ബബിൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം എല്ലാം മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ തന്നെ റിക്കവറി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ AI ഒരു ഇത് വന്നു. അപ്പോൾ AI വരുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യൻ കമ്പനികൾ അതിൽ മറ്റേ ലാർജ് ലാംഗ്വേജ് മോഡലായിട്ടൊന്നും പാർട്ടിസിപ്പേഷൻ വരുന്നില്ല. കൂടുതലും US കമ്പനികളാണ് അതിലേക്ക് വരുന്നത്. അത് ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. കാരണം നമുക്കും സ്വന്തമായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. മൈക്രോസോഫ്റ്റ് ഇപ്പോൾ 1990-കളിൽ എല്ലാം ഈ പറഞ്ഞ നെറ്റ് ബൂം, ഈ IT അഡോപ്ഷൻ ഇതെല്ലാം വരുന്ന സമയത്ത് അന്നും നമുക്ക് സ്വന്തമായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. TCS, ഇൻഫോസിസ് ഒക്കെ അതിനുശേഷം ഇത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള സോഫ്റ്റ്വെയറുകളും മറ്റ് IT സപ്പോർട്ടിങ് ഇതാണ് നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും അന്ന് കാലത്തും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസും നമുക്ക് ഉണ്ടാവില്ല. എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ കമ്പനികളിലെ ഏജൻസിനെ എല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു നമ്മുടെ കമ്പനികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് വാല്യുവേഷൻ ബേസിൽ പറയുമ്പോൾ എല്ലാവരും ഭൂരിഭാഗം മാർക്കറ്റിനെ വാല്യൂ ചെയ്യാനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ, PE റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നിഫ്റ്റിയുടെ PE വന്നിട്ട് 20 ആ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സാധാരണഗതി നമുക്ക് നോക്കാം, മാർക്കറ്റ് ക്രാഷ് വരുന്ന സമയത്ത്, അതായത് കോവിഡിൻ്റെ ക്രാഷ്, ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് കോവിഡിൻ്റെ ക്രാഷാണ്. ആ സമയത്ത് കോവിഡിൻ്റെ ക്രാഷിന് മുൻപ് PE വന്നിട്ട് 28 ഒക്കെ മേലെ 29 ആ റേഞ്ചിലിട്ട് എത്തിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. അത് ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 17 PE വന്ന് നിന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അവിടെ നിന്നാണ് തിരിച്ച് അവിടെ നിന്ന് കയറാൻ ഈ കോവിഡിൻ്റെ ബോട്ടത്തിൽ 17 PE വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് PE ഇതാക്കി കയറി. അപ്പോൾ അതിന് മുൻപ് നോക്കുകയാണെങ്കിൽ 2008 ഇത് 2008 ക്രാഷ്, അതിന് മുൻപും PE ഏകദേശം 28 ലെവലിലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി 12 ലെവലിനൊക്കെ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 2000 അതുമാതിരി തന്നെ സംഭവിച്ചു. അപ്പോൾ അന്നൊക്കെ ഞാൻ 2008 മാർക്കറ്റിൽ വരുന്നത്, MCOM പഠിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ വരുന്നത്. ആ സമയത്തൊക്കെ നമ്മൾ അന്നത്തെ ക്രാഷിനെ തൊട്ട് മുന്നത്തെ ക്രാഷായിട്ടൊക്കെ കമ്പയർ ചെയ്യുക. അപ്പോൾ 2000 നമ്മളുടെ .com ബബിൾ വന്നിട്ട് അതിന് ശേഷം വന്ന കാദംബരകിൻ്റെ ഒരു സ്കാമും ഇതെല്ലാം വന്നിട്ട് അന്ന് ഈ .com ബബിളിന് മുന്നൊക്കെ 28 വരെ PE എത്തിയിട്ടായിരുന്നു.
അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ഈ 10-11 PE മാർക്കറ്റ് ക്രാഷിന് ശേഷം വന്നു. അപ്പോൾ അന്ന് നമ്മൾ വിചാരിക്കുന്നത് 27 മേലേക്ക് മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്. ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയുടെ PE 27 മേലേക്ക് വരുമ്പോൾ ഓവർ വാല്യൂഡ് ആണ്. ഒരു 20 താഴേക്ക് വരുന്ന സമയത്ത് അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ ബൈയിങ് സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ അന്നത്തെ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞത്. ഇന്നും ഏകദേശം അതിൽ വലിയ വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഓക്കെ, അതാണൊരു ഇത് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യത്തിൽ നമുക്ക് ഈ സെപ്റ്റംബർ 2024 മാർക്കറ്റ് ഇറങ്ങാൻ തുടങ്ങിയത്. നമുക്ക് അപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് നോക്കാം. കൂടുതലും അതിനെക്കാട്ടും മുൻപ് കൂടുതലും ഡാറ്റാസ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. കാരണം അന്നെല്ലാം നല്ല ഏണിങ്സ് ഉണ്ടായിരുന്നു, കമ്പനീസിനൊക്കെ നല്ല ഏണിങ്സ് ഗ്രോത്ത് എല്ലാം ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ ഓൾമോസ്റ്റ് വളരെ ഹിസ്റ്റോറിക്കൽ ലോയിലൊക്കെ വേണമെങ്കിൽ ഇൻഫ്ലേഷൻ എത്തി എന്നൊക്കെ പറയാം. അങ്ങനെ അന്ന് വരുന്ന ഡാറ്റ മുഴുവൻ പോസിറ്റീവ് ആയിരുന്നു. അതിനുശേഷമാണ് മറ്റേ ഇതിൽ ഏണിങ്സിലെല്ലാം ഡിപ്പ് വരുന്ന തുടങ്ങി മുതലാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അത്തരം സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരത്തിലൊരു ഇടിവ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അതേ സ്ഥിതി ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം നെഗറ്റീവാണ്. നോർമൽ കണ്ടീഷനിൽ ഇത്തരത്തിൽ എല്ലാവരും നെഗറ്റീവ് ആയിരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് കയറാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ഡിപ്പിൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല. ഒരു കാരണവശാലും ഡിപ്പിൽ വാങ്ങാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ കയ്യിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡാറ്റ അനലൈസ് ചെയ്തിട്ട് ഹിസ്റ്റോറിക്കലി ഏതെല്ലാം ലെവൽസിൽ പ്രൈസ് ടു ഏണിങ്സും പ്രൈസ് ടു ബുക്കെല്ലാം ഏതെല്ലാം ലെവൽസിൽ എത്തുന്ന സമയത്താണ് തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ഇത് നടത്താൻ പറ്റുമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, പിന്നെ സാധാരണപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഇൻവെസ്റ്റർ, നമ്മളെ പോലത്തെ ഒരു ഇൻവെസ്റ്റേഴ്സിനെ, ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്തിട്ട് ഒരു എക്കണോമിക് ഇതിലേക്കൊന്നും നോക്കിക്കൊണ്ട് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇത്തരത്തിൽ അവർക്ക് ഒതുങ്ങുന്ന ചില റേഷ്യോസ് എല്ലാം വെച്ചുകൊണ്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുകയും അതിൽ ബോട്ടം ഔട്ട് ചെയ്യുന്നു, ഹിസ്റ്റോറിക്കലി എങ്ങനെ വന്നിരിക്കുന്നു, ബോട്ടം ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത് തോന്നുന്ന കമ്പനികളെ എല്ലാം വാല്യുവേഷൻ ബേസ് തിരഞ്ഞെടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് മറ്റേ എല്ലാ സെക്ടേഴ്സും വേണമെങ്കിൽ കയറണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനി ബേസ് ആയിരിക്കും കയറുക. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആവുന്ന ഫണ്ടമെൻ്റലി എല്ലാം ബെറ്റർ ആയിരിക്കുന്ന കമ്പനികൾ അവർ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ അവസ്ഥയ്ക്ക്, അതായത് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു 60% വരെ ക്രാഷാണ് ഈ പറയുന്ന .com ബബിൾ ആണെങ്കിലും അല്ലെങ്കിൽ 2008 ക്രൈസിസ് ആണെങ്കിലും 2020 കോവിഡ് സമയത്താണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്ന് 1 to 3 yearsൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മാർക്കറ്റ് റിക്കവറി ഉണ്ടായതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ക്രാഷ്, ഇപ്പോൾ ഈ പറയുന്ന കറക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറക്ഷൻ അത്തരത്തിലുള്ള ഒരു ക്രാഷ് ആണോ എന്ന് നമുക്കറിയാൻ ഈ പറയുന്ന വാല്യൂഷൻ മാത്രം നോക്കിയാൽ മതിയോ? യഥാർത്ഥത്തിൽ നമുക്ക് കോവിഡിൻ്റെ ക്രാഷ് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് അതിൻ്റെ എവിടെ നിന്നാണോ ഇറങ്ങിയത് അവിടെ നിന്ന് തിരിച്ചു ചേരുന്നത്. പക്ഷേ 2008 ക്രാഷ് അങ്ങനെ ആയിരുന്നില്ല. അതൊരു ഒരു 1-2 ലെവലൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. എനിക്ക് 2008 ക്രാഷ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷം 4 വർഷമായിട്ട് എടുത്തു അതിൻ്റെ ഹൈ കട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഇടയിൽ വോളറ്റിലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ആ ഡിപ്പിൽ ബൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ബോട്ടത്തിൽ ബൈ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ പറയാം അവർക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നത്. കാരണം 2008 ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ആ ലെവലിലേക്ക് തിരിച്ചെത്താൻ 3 വർഷം 4 വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ പല പാർട്ടിസിപ്പൻസ് ഉണ്ട് മാർക്കറ്റിൽ അല്ലേ. നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡർ, അവർ മാർക്കറ്റിൽ പാർട്ടിസിപ്പൻ്റ് ആണ്. അതേപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സ് ഉണ്ട്, ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. ഇവർക്ക് 3 പേർക്കും ചെയ്യുന്ന സ്ട്രാറ്റജീസും വ്യത്യാസമാണ്. അപ്പോൾ 2008 ഇപ്പോഴത്തെ ഒരു ക്രാഷ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കറക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബെയർ മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. 20% അബോവൊക്കെ ഒരു ക്രാഷ് വരുമ്പോഴാണ് നമുക്കൊരു ബെയർ മാർക്കറ്റിലേക്ക് കയറി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കറക്ഷൻ എന്നേ പറയാനുള്ളൂ. കാരണം 2020 മുതൽ 2024 വരെ ഒരു വലിയൊരു റാലിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വലിയ റാലികൾ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് ബ്രീത്ത് എടുക്കാനായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. കോവിഡിൻ്റെ മുൻപും അത്തരത്തിൽ സംഭവിച്ചിരുന്നു. ഈ പറയുന്ന 2008 മുൻപിലും ഇത്തരത്തിൽ വലിയ റാലിക്ക് ശേഷമാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കി അറിയാം, നമുക്കൊരു 7 വർഷമൊക്കെ മാർക്കറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 1-2 വർഷം മാർക്കറ്റ് ബ്രീത്ത് എടുക്കാൻ വേണ്ടി ഒരു സൈഡ് വേസ് എല്ലാം പോയിട്ടുണ്ട്. ചരിത്രപരമായി അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു 1-1.5 വർഷത്തോളം 2023
സെപ്റ്റംബർ മുതൽ മാർക്കറ്റ് ഇറങ്ങിയിരിക്കുന്നു. പിന്നെ ഒരു വോളറ്റൈലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം മാർക്കറ്റ് ബ്രീത്ത് എടുക്കാനുള്ള ഒരു സമയമൊക്കെ ആയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ സാർ പറയുന്നത് ഈ വാല്യുവേഷൻ പാരാമീറ്റേഴ്സ് നോക്കിക്കൊണ്ട് നമുക്ക് ഈ ഇത്തരത്തിൽ ഈ ഒരു കറക്ഷൻ കയറുമോ അല്ലെങ്കിൽ ഈ ഒരു കറക്ഷൻ അവസാനിക്കാറായോ എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതല്ല. യെസ്, അതായത് ഞാൻ പേഴ്സണലി നോക്കുന്ന പി റേഷ്യോ നോക്കാറുണ്ട്, പ്രൈസ് ടു ബുക്ക് നോക്കാറുണ്ട്. ഇത് കൂടാതെ ഒരു മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൂടി ഞാൻ നോക്കാറുണ്ട് പേഴ്സണലി. അപ്പോൾ പി റേഷ്യോ വെച്ചിട്ട് സാധാരണഗതിയിൽ ഒരു 20 ബിലോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ബൈ എടുക്കാറുണ്ട്. പിന്നെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ അത്തരത്തിലൊരു ഇത് നമുക്ക് നോക്കാൻ പറ്റും. ഒരു 20 താഴെ അല്ലെങ്കിൽ 19 റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്കൊക്കെ നമുക്ക് ബൈ എടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ചിലപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടോ അറിയില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തോന്നുന്നൊരു ഇതാണ് ട്രെൻഡ് ലൈൻ ടിക്കർ ടേപ്പ്. ഓക്കെ, ടിക്കർ ടേപ്പ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ശരിക്കും ടിക്കർ ടേപ്പിലെ ഒരു വെബ്സൈറ്റിൽ അവർ കൊടുക്കുന്ന ഇതാണ്. അത് സാധാരണ 0 to 100 ആണ് അതിൻ്റെ ഒരു ക്ലോക്ക് പോലെ പോകുന്ന ഒരു സംഗതിയാണ്. അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഒരു ഇതാണോ, അതായത് കൂടുതൽ പേരും ഫിയർഫുള്ളാണോ ഗ്രീഡാണോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 30ക്ക് കീഴെ മാർക്കറ്റ് 30 ബിലോ എന്ന് പറയുന്നത് മറ്റേ ഫിയർ എന്നുള്ള സ്റ്റേജും 70 അബവ് ഗ്രീഡ് എന്നുള്ള സ്റ്റേജിലാണ്. ഞാൻ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോൾ അത് നോക്കുന്നുണ്ട്. അത് റെക്കമെൻഡേഷൻ അതൊന്നുമല്ല. പക്ഷേ ഒരു 30ക്ക് ബിലോ ഒരു 20 എല്ലാം എത്തുന്ന സമയത്ത് അവിടെ നിന്ന് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാറുണ്ട്. കാരണം ഭൂരിഭാഗം പേരും പേടിച്ച് മാർക്കറ്റിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് അവിടെ നിന്നും റീബൗണ്ട് ചെയ്യാറുണ്ട്. അതേപോലെ തിരിച്ച് കയറുന്ന സമയത്ത് ഗ്രീഡിലേക്ക് എത്തുമ്പോൾ ഒരു 70 അബവ് ഒരു 80ലേക്കൊക്കെ എത്തുന്ന സമയത്ത് തിരിച്ചവിടുന്ന് ഇറങ്ങാനും ഉണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ പറയുമ്പോൾ തമാശയായി തോന്നും. ഇതുകൂടാതെ നമുക്ക് ചില മലയാള മാധ്യമങ്ങളിൽ കാരണം മാർക്കറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഇതിനെപ്പറ്റി തീരെ എഴുതാത്ത ചില മാധ്യമങ്ങളിൽ മാർക്കറ്റിനെ പറ്റി ചില ദിവസങ്ങളിൽ വരും. അതായത് മാർക്കറ്റ് കരടികളുടെ പിടിയിൽ നിന്നുള്ള ന്യൂസൊക്കെ വരും. അത് ഇതുവരെയായിട്ടും അതിൽ എഴുതി വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു ദിവസം മാത്രം കരടികളുടെ പിടിയിൽ നിന്ന് എഴുതി വരുന്ന ദിവസം അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഇത് കയറുന്ന കാണാറുണ്ട്. അതേപോലെ ബുൾ മാർക്കറ്റിൽ ഇതിൻ്റെ എൻഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ന്യൂസ് വരും. ബുൾസിൻ്റെ വീഡിയോയിൽ നിന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നിന്ന് തിരിയാറും കാണാറുണ്ട്. പിന്നെ ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് മറ്റേ പി റേഷ്യോ ആയിക്കോട്ടെ, പ്രൈസ് ടു ബുക്ക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ്, ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സാണ്. പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അത് ചിലപ്പോൾ പറഞ്ഞാലൊന്നും നമുക്ക് ഇതാകാൻ പറ്റില്ല. ചില ആളുകൾ മാർക്കറ്റിനെ പറ്റി ഇതുവരെയായിട്ട് സംസാരിക്കാത്ത ആളുകളാവും. അവർ നമുക്ക് മാർക്കറ്റിനെ പറ്റി നമ്മളോട് ചോദിക്കുന്ന സമയത്ത് അതൊരു ഇൻഡിക്കേഷനാണ്. മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ കയറുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങാനുള്ള സമയമായി എന്നുള്ള ഇത് അതിനൊരു നമുക്ക് വേണമെങ്കിൽ സദാശിവൻ ഇൻഡിക്കേറ്റർ എന്നൊക്കെ ഒരു പേരിട്ട് വിളിക്കാം. പക്ഷെ ഇതൊരു ഇതാണ്. അതെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് തിരിച്ച് കയറുകയോ ഇറങ്ങുമോ എന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോർമലി ഈ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ആയിക്കോട്ടെ, പ്രൈസ് ടു ഏർണിങ്സ് നോക്കിക്കോട്ടെ, പ്രൈസ് ടു ബുക്ക് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ബോട്ടം ഔട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മാർക്കറ്റിൽ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അതേപോലെ തന്നെ SIP ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ആളുകളൊക്കെ മാർക്കറ്റിൻ്റെ ഈ ഒരു ക്രാഷൊക്കെ കണ്ട് കുറച്ച് പാനിക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചും അവരുടെ പല ലക്ഷ്യങ്ങളും പാളിപ്പോയ ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സിനെയൊക്കെ സംബന്ധിച്ച് അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ഈ 3 കൂട്ടർക്കും ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3 പേർക്കും 3 തരത്തിലുള്ള സ്ട്രാറ്റജികൾ വേണമെന്നാണ് ഞാൻ പറയും. കാരണം നമുക്ക് എന്തൊരു സ്റ്റോക്ക് എൻട്രി എടുക്കുകയാണെങ്കിലും അതിനൊരു കാരണം വേണം. അത് എക്സിറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം വേണം. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിൻ്റെ അവസ്ഥയിൽ വരികയാണെന്ന് വെച്ചെങ്കിൽ അവർ ഒരു സ്റ്റോക്ക് ഒരു വർഷത്തിൽ കൂടുതൽ 2-3 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. സാധാരണഗതിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ലോങ് ടേമിലേക്ക് നല്ല രീതിയിൽ നല്ല ബിസിനസ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് സെക്ടറുകൾ ഒരു 5 വർഷത്തിന് ശേഷം ഏതേത് സെക്ടേഴ്സ് മൂവ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് എൻട്രി നടത്താം. അത് ബേസിക്കലി അവർ നോക്കേണ്ടത് ഫണ്ടമെൻ്റൽ അനാലിസിസ് വെച്ച് സെക്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഏത് കമ്പനി വേണമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ഒരു നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി മീൻസ് ലെവൽസ് ടെക്നിക്കലി നോക്കിയിട്ട് നല്ല ലെവൽസ് കണ്ടുപിടിച്ചുകൊണ്ട് ഘട്ടമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. 2 സ്വിംഗ് ട്രേഡിങ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡിങ് അല്ലെങ്കിൽ മീഡിയം ടേം ട്രേഡിങ്, ഒരു വർഷത്തിനുള്ളിലുള്ള ട്രേഡിങ് അവരെ സംബന്ധിച്ച് അവർ ഫണ്ടമെൻ്റൽസ് നല്ല കമ്പനി നല്ല
ഫണ്ടമെന്റൽസുള്ള കമ്പനികൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ടെക്നിക്കൽ അനാലിസിസിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയും ഇതിനെല്ലാം ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കണം. അത് കാരണം ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് അല്ലെങ്കിൽ മീഡിയം ട്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 20% അല്ലെങ്കിൽ 25% അല്ലെങ്കിൽ മാക്സിമം 30% ഒക്കെ ഒരു വർഷത്തിനുള്ളിലൊരു ടാർഗറ്റ് വയ്ക്കാം. സ്വാഭാവികമായിട്ടൊരു 10% താഴെ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അത് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലുണ്ടാവും സ്റ്റോപ്പ് ലോസ്. എന്തായാലും ഷോർട്ട് ടൈം ട്രേഡിംഗ് ആയാലും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഓക്കെ, ഒറ്റ ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് എങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാ മാസവും നമ്മൾ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഇറങ്ങിയാലും കുഴപ്പമില്ല, അടുത്ത റൗണ്ട് ഫണ്ട് ഇറക്കാനുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡൗൺ സൈഡിൽ ആവറേജ് ചെയ്യാം. നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനീസ് ആണെങ്കിൽ ആവറേജ് ചെയ്യാം. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ഇറങ്ങുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും. അത് അടിക്കണം, കാരണം സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ 100 രൂപയുടെ സ്റ്റോക്കിന് കൊണ്ടുപോയിട്ട് 40 രൂപ അല്ലെങ്കിൽ 30 രൂപ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ വേണ്ടി 10 to 15% റിസ്ക് റിവാർഡ് നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാപിറ്റൽ ഇതായി ഒരു കുറച്ചെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് ബാക്കി ക്യാപിറ്റൽ ഉണ്ട്. മാർക്കറ്റ് ഇറങ്ങിയിട്ട് തിരിച്ചു കയറുമ്പോൾ ഈ ഫണ്ട് നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. ഒരു കാര്യം, അത് ഒരു വലിയ എമൗണ്ട് മാത്രം ഇട്ടിട്ട് പിന്നീട് ഇറക്കാതെ പിന്നീട് ഫണ്ട് ആഡ് ചെയ്യാണ്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്. അതല്ലാത്തവരെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് അവരെ സംബന്ധിച്ച്, അതായത് ഒറ്റ ഫണ്ടിൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ചെയ്യുക. അതല്ലെങ്കിൽ ഡൗൺ സൈഡ് വരുമ്പോൾ ആവറേജ് ചെയ്യാൻ ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഫണ്ട് വീണ്ടും അഡീഷണൽ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിലും നല്ല ഫണ്ടമെന്റലി നല്ല കമ്പനീസിൽ വെച്ചിട്ട് ഡൗൺ സൈഡിൽ സപ്പോർട്ട് പോയിന്റ്സിലൊക്കെ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വോളറ്റിലിറ്റി ഏറ്റവും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ വോളറ്റിലിറ്റി ഇല്ലെങ്കിൽ ഇതാവില്ല. കാരണം അവർ മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ പൊസിഷൻ കട്ട് ചെയ്യുന്നത്. അവർക്ക് മസ്റ്റായിട്ട് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് കൊണ്ട് ഒരു ട്രേഡിംഗ് സിസ്റ്റം വേണം. സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് വേണം. സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് പറ്റില്ല. ഷോർട്ട് ടൈമിലേക്കും ഇൻട്രാഡേക്കാർക്കും സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അത് വെച്ച് മുന്നോട്ട് പോവുക. ലോങ് ടൈമുകാരെ സംബന്ധിച്ച് ഫണ്ടമെന്റൽ അനാലിസിസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡിംഗ് സിസ്റ്റം വെച്ചിട്ട് അതിൽ എൻട്രി എക്സിസ്റ്റ് വെച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. എന്തായാലും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.